ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ ഒരു വചനം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പ്രാവർത്തികമാക്കുവാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരു വചനമാണ് അല്ലേ? നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടല്ലേ? എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ്. തിരിച്ചു കിട്ടില്ല എന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും സഹായിക്കാറുണ്ടോ? പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ. ദാനധർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും എനിക്ക് കിട്ടും. ഞാൻ പള്ളിയിൽ പോകുമ്പോഴും ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണം, എല്ലാം എനിക്ക് കിട്ടണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഈ ലോകത്തിലാണ് എൻ്റെ ദൈവം എന്നോട് പറയുന്നത്, തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നീ ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല. നീ മറ്റൊരുവനെ സഹായിക്കുമ്പോൾ, മറ്റൊരുവനെ സ്നേഹിക്കുമ്പോൾ അവൻ എന്നെ തിരിച്ചു സ്നേഹിക്കും, അവൻ എന്നെ തിരിച്ചു സഹായിക്കും എന്നുള്ള പ്രതീക്ഷ, എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ ഞാൻ ചെയ്യുന്ന ആ പുണ്യപ്രവൃത്തിക്ക് വിലയില്ലാതായി പോവുകയാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന പല പുണ്യപ്രവൃത്തികൾക്ക് വിലയില്ലാതായി പോകുന്നത് ഇതുകൊണ്ടാണ്. എല്ലാം തിരിച്ച് പ്രതീക്ഷിച്ച് നീ ചെയ്യുന്നതിന് ഒരു മേന്മയുമില്ല. നീ സഹായിക്കണം, അവരനെ സഹായിക്കുമ്പോൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. ഒന്നും പ്രതീക്ഷിക്കാതെ അവരനെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി കൊണ്ട് ഫലമുണ്ടാവുന്നത്. ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരിക്കലും പ്രയോജനപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ആത്മശോധന ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, എന്തിനു വേണ്ടിയാണ്? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണോ, അതോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിച്ചിട്ടാണോ? അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ട എന്നൊരിക്കലും അച്ഛൻ പറയുന്നത്. പക്ഷെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ പോയാൽ പ്രയോജനമില്ല. അതേപോലെ തന്നെ ഞാൻ ഒരുവനോട് വർത്തമാനം പറയും. എന്തിനു വേണ്ടിയാണ് ഞാൻ അവനോട് വർത്തമാനം പറയും? അവനിൽ നിന്ന് എനിക്ക് നേട്ടം നേടിയെടുക്കുക എന്നുള്ള ചിന്തയോടുകൂടിയാണോ? പ്രയോജനമില്ല. മറിച്ച് അവരോട് വർത്തമാനം പറയുമ്പോൾ അവൻ്റെ നന്മയെ പ്രതി, അവനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പ്രയോജനമുണ്ട്. ദൈവസന്നിധിയിൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവ എനിക്ക് പ്രയോജനപ്പെടും. ഇല്ല എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടത്തില്ല. മനുഷ്യര് ഒരുപക്ഷെ നമ്മളെ പുകഴ്ത്തിയെന്ന് വരാം, മനുഷ്യരിൽ നിന്ന് ബഹുമാനം എനിക്ക് കിട്ടിയെന്ന് വരാം, പക്ഷേ ദൈവത്തിൽ നിന്ന് ബഹുമാനവും പ്രതിഫലവും ഒരിക്കലും എനിക്ക് ലഭിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാതെ അപരൻ്റെ നേട്ടത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, അപരനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.